നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഉംറ, ആ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഈ ലോകത്തുണ്ടാവുകയില്ല. ഉംറ മാത്രമല്ല, ഹജ്ജും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ആ പരിപാവനമായ ഉംറ കർമ്മം നിർവഹിക്കണമെന്നാണ് ലോക മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്രയേറെ മഹത്വമുണ്ട് ആ ഒരു ഉംറ കർമ്മത്തിന്. ആ മഹത്വമേറിയ ഉംറ കർമ്മം നിർവഹിക്കുമ്പോൾ നാം വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അതെല്ലാ കാര്യത്തിലും ഉംറ കർമ്മത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന സമ്പത്തുകളാകട്ടെ, അതോടൊപ്പം ആ ഉംറ കർമ്മം നിർവഹിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളാകട്ടെ, നാം ഉംറ കർമ്മം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലുമൊക്കെ നാം വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാം ചെയ്യുന്ന ആ ഒരു ഉംറ കർമ്മം അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് നമ്മൾ അതിനുവേണ്ടി ചിലവാക്കിയ, നമ്മൾ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചു കൂട്ടിയ പണം അത് വെറുതെ പാഴാകുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല. നമുക്ക് നാം എങ്ങനെയെങ്കിലും ഒരു ഉംറ നിർവഹിച്ചതുകൊണ്ടായില്ല, അത് അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിലാകണം. നമുക്ക് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന വ്യക്തി, ഞാൻ എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്, ഇയാൾ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ നിരന്തരമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത് ഉയർന്നു വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, അയാൾ തന്നെയാണ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു കൊടിമരത്തിന് ചുറ്റും പൈസ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടുകൂടി അത് വലിയ രീതിയിൽ വിവാദമായി മാറി. അതിനുശേഷം പിന്നീട് ഇയാൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വേദിയിൽ നിന്നുകൊണ്ട് തൻ്റെ മുൻപിലിരിക്കുന്ന ഹൈന്ദവ വിശ്വാസികളായ സഹോദരങ്ങളോട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ആ തേൻ കുടിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ വിവാദമായി മാറി, വലിയ ചർച്ചയായി മാറി. കേരളത്തിലെ മതപണ്ഡിതന്മാർ അതിനെതിരെ രൂക്ഷമായി കൊണ്ട് മറുപടിയുമായി രംഗത്ത് വന്നു. നോക്കൂ, ഏക ഇലാഹായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അത് മുൻപന്തിയിൽ മുസ്ലിം സഹോദരങ്ങളുണ്ട്, അതും ഒരു സ്വലാത്തൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ്. ആ വേദിയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, ഹിന്ദുവായ സഹോദരങ്ങളോട് നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ തേൻ കുടിച്ചുകൊള്ളൂ എന്ന്. നമുക്ക് അത്തരമൊരു പ്രസ്താവനയിലൂടെ എന്തു സന്ദേശമാണ് ഈ മനുഷ്യൻ കാഴ്ചവെക്കുന്നത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബഹുമാന്യരായ ഒരുപാട് തങ്ങന്മാരുണ്ടായിട്ടും അവർക്കാർക്കുമില്ലാത്ത വിവാദങ്ങൾ ഈ മനുഷ്യന് ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈ മനുഷ്യൻ ചെയ്തു വെക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാരണം തന്നെയാണ്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. ഇദ്ദേഹത്തിന് നൂറെ ഹബീബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നൂറെ ഹബീബി പരിപാടിയിലേക്ക് വരുന്ന ആളുകളെ ഇദ്ദേഹം ഒരു ഉംറ കർമ്മത്തിന് മറ്റുമൊക്കെ കൊണ്ടുപോകുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ ഒരു ചോദ്യം കേട്ടോ, ഈ കാബിലൊന്ന് പറഞ്ഞ കായ് തിരിച്ചു തരാനാണ്. നിങ്ങൾക്ക് ഉംറ റാഹത്തയക്കണോ? എത്ര ഉംറ ചെയ്തു? 10 ഉംറ ചെയ്തില്ലേ? അള്ളാഹു ആഫിയത്ത് ആറുകൾ തെറ്റ്. നമ്മളെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്, വലിയ വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ട്. അള്ളാഹ് ആഫിയത്ത് ആറുകൾക്ക് അള്ളാഹു തെറ്റ്. ഇനി നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യമുള്ള തെറ്റ് കേട്ടോ. വിഷമങ്ങളെ ബസിരിക്കണം മോനെ അല്ലേ, നിങ്ങൾ കുട്ടിയെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി വരാനുള്ള ഭാഗ്യം അള്ളാഹു തെറ്റ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇപ്പോ റാഹത്തല്ല, ഇനി മദീനയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കെ പഠിച്ചോ, ഇനി വരാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഞങ്ങളൊക്കെ പറഞ്ഞയച്ചത് മക്കളാണ്, ഭർത്താക്കന്മാരാണ് അല്ലെ, സ്വർണ്ണ വിറ്റോലാണ്. അള്ളാഹു ഒരുപാട് സമ്പത്തുള്ള തെറ്റ്, ധാരാളം സമ്പത്ത് അള്ളാഹു തരട്ടെ, സമാധാനം അള്ളാഹു നൽകട്ടെ കേട്ടോ. ഇനിയും നൂറെ ഹബീബിന്റെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ മുമ്പ് വന്നിട്ടുണ്ട്. ഓൾക്കൊരു ഫാത്തിഹ നമ്മൾ ഓതണം, അപ്പോൾ ഓൾക്കൊരു ഫാത്തിഹ ഓതണം അല്ലെ. എന്നാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഞങ്ങൾ ഓതും. ഇതിന്റെ മുമ്പ് നമ്മളെ കൂടെ ഉംറയ്ക്ക് വന്നവരുണ്ട്. ഓല് അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് നമുക്ക് ഓല് മറക്കാൻ പറ്റുമോ? നമുക്ക് മറക്കാൻ പറ്റില്ല. മരിക്കണവരെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദ്വാരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് മുമ്പ് ഇന്റെ കൂടെ ഉംറയ്ക്ക് വന്നവരുണ്ട്, ഓൽക്കൊരു ഫാത്തിഹ. ഇനി വരാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നോക്കൂ, പരിശുദ്ധമാക്കപ്പെട്ട ഉംറ കർമ്മം ചെയ്യാൻ വേണ്ടി ഈ മനുഷ്യനെ വിശ്വസിച്ചു വന്ന ആളുകൾ അവിടെ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. നോക്കൂ, പരിശുദ്ധ ഹറമിൽ ഉംറ ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ തലയിൽ കാണുന്നത് വിഗ്ഗാണ്. നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം, ഉംറ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ അയാൾ വിഗ് വെക്കാൻ പാടില്ല എന്നുള്ളത് ഹറാമാണ്, തെറ്റാണ് എന്നുള്ളത് ഒരുപക്ഷെ ദീനീപരമായ കുറച്ചെങ്കിലും അറിവുള്ള ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. നോക്കൂ, തലയിൽ വെപ്പുമുടി വെക്കുക എന്നുള്ളത്, അതായത് വിഗ് വെക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന് ഇസ്ലാമിലെ പണ്ഡിതന്മാർ നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഗ് വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉംറ ശരിയാവുക? ഇനി മനുഷ്യന്റെ കാര്യം പോട്ടെ, ഈ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് ഉംറ ചെയ്യാനെത്തിയ ആ മനുഷ്യരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ കയ്യിലും കാതിലും കിടക്കുന്ന സ്വർണ്ണങ്ങളും മറ്റുമൊക്കെ വിറ്റുകൊണ്ടാണ് ഈ പാവങ്ങളായ മനുഷ്യർ ഒരുപക്ഷെ ഉംറയ്ക്ക് എത്തിയിട്ടുണ്ടാവുക. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പണം സ്വരൂപിച്ച്
ആ പാവപ്പെട്ട മനുഷ്യർ, അവിടേക്ക് വരുന്ന ഉംറ കർമ്മം നിർവഹിക്കാനെത്തിയ ആ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ ഇനി ചില ന്യായീകരണങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വന്നേക്കാം. ഇയാൾ വെച്ചിരിക്കുന്നത് വിഗ്ഗല്ല, നേരെ മറിച്ച് ഒറിജിനൽ മുടിയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില ആളുകളെ കാണാം. അവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കാം. എല്ലാവരുടെ മക്കളും നന്നാവാൻ, എല്ലാവരുടെ രോഗങ്ങളും ശിഫയാകാൻ, ആധാരം ബാങ്കിൽ നടക്കാൻ, സ്വർണ്ണാഭരണം ബാങ്കിൽ നടക്കാൻ, മക്കെല്ലാത്തിനും വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ, നീ കബൂലാക്കണമല്ലാ. അല്ലാഹുവേ നീ ആപത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കിക്കൊണ്ട് അല്ലാഹ്. കണ്ടില്ലേ, താഴെ കാണുന്ന വീഡിയോ ഇദ്ദേഹത്തിന്റെ 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ മുടിയില്ല, അദ്ദേഹം കഷണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ചോ, ആ കഷണ്ടി അറിയാതിരിക്കാൻ വേണ്ടി അയാൾ തലയിൽ വിഗ് വെച്ചിരിക്കുന്നു. അത് വിഗ്ഗാണ് എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ അദ്ദേഹത്തെ ബോഡി ഷേമിങ് ചെയ്യുകയല്ല, അദ്ദേഹത്തിനെ കളിയാക്കുകയല്ല. മുടിയില്ലാതെ പോകുന്നത് ഒരു കുറവല്ല. നമുക്കറിയാം എത്രയോ സ്വഹാബിമാർ, മുടിയില്ലാത്ത എത്രയോ സ്വഹാബിമാരുണ്ട്. പക്ഷെ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇദ്ദേഹത്തിനെ പിൻപറ്റിക്കൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ പിന്നാലെ പോകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിച്ചേ മതിയാകും. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഈ മനുഷ്യന്റെ പിന്നാലെ കൂടി തെറ്റുകൾ ചെയ്തു കൂട്ടാൻ കാരണമായി മാറും. സാധാരണ സാഹചര്യങ്ങളിൽ വിഗ് ധരിക്കുന്നത് നിഷിദ്ധമായ കാര്യമാണ്, അതായത് ഹറാമായ കാര്യമാണ്. ഇത് മുടി കൂട്ടിച്ചേർക്കുന്നതിൻ്റെ പരിധിയിൽ വരുന്നതും ഇതിനെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതുമാണ്. നമുക്കറിയാം രോഗം, അപകടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ മുടി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കഷണ്ടി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത്തരം വ്യക്തികൾക്ക് ആ ന്യൂനത മറയ്ക്കുന്നതിനും ആശ്വാസം ലഭിക്കുന്നതിനായി വിഗ് ധരിക്കുന്നത് അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്കറിയാം വിഗ് വെക്കുന്ന സമയത്ത് ഒളു അത് വലിയ രീതിയിൽ തടസ്സമാകുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒളു ചെയ്യുന്ന സമയത്ത് ആ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു വിഗ്ഗിലേക്ക് തടവിയാൽ, വെള്ളം കൊണ്ട് തടവിയാൽ ഒളു ഒരിക്കലും ശരിയാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അലങ്കാരത്തിനും ഭംഗി കൂട്ടാനുമൊക്കെ ഇത്തരത്തിൽ വിഗ് ധരിക്കുന്നത് അത് നിഷിദ്ധമായ കാര്യമാണ്. അതോടൊപ്പം രോഗം കാരണം മുടി നഷ്ടപ്പെട്ടവർക്ക് ന്യൂനത മറയ്ക്കുന്നതിനായി ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തോടുകൂടി അത് അനുവദനീയവുമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ഇഹ്റാമിലായിരിക്കുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലയിൽ തൊപ്പിയോ തലപ്പാവോ വിഗ്ഗോ പോലുള്ള തലയുടെ ആകൃതിയിലുള്ള വസ്തുക്കളോ വസ്ത്രങ്ങളോ ധരിക്കുന്നത് നിഷിദ്ധമായ കാര്യമാണ്. വിഗ് തല മറയ്ക്കുന്ന വസ്തുവായി കണക്കാക്കപ്പെടുന്നതിനാൽ അത് ധരിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കാനോ ഉംറ നിർവഹിക്കാനോ പാടില്ല. ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ മുടി മുഴുവനായും കളയുക, അല്ലെങ്കിൽ ചെറുതായി വെട്ടുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഈ കർമ്മം ചെയ്യേണ്ടത് യഥാർത്ഥ മുടിയിലാണ്. വിഗ് വെട്ടി മാറ്റുന്നത് ഉംറയുടെ ഈ കർമ്മത്തിന് പകരമാവുകയില്ല. വിഗ് മാറ്റിയ ശേഷം യഥാർത്ഥ മുടി വെട്ടുകയോ കളയുകയോ ചെയ്യേണ്ടി വരും. ഇതാണ് വിഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇതുപോലും അറിയാതെയാണ് ഈ മനുഷ്യൻ പരിശുദ്ധ ഹറമിലേക്ക് ഉംറ ചെയ്യാൻ പോയത്. ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് പോയ അവിടെ കൂടി നിൽക്കുന്ന മറ്റുള്ള മനുഷ്യരെക്കുറിച്ചാണ്. ചിലപ്പോഴൊക്കെ നാം എന്തൊക്കെ പറഞ്ഞാലും, എത്ര തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും ഇത്തരം ആളുകൾ അവർ ചെവികൊള്ളുകയില്ല. അതിനെല്ലാം നിസ്സാരം പോലെ തള്ളിക്കളയും. ഇനിയെങ്കിലും മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്.